ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൻ റോസ്റ്റ് തയ്യാറാക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് ചേരുവകൾ അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.25 ഇഞ്ച് കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ഒരു 7-8 ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. വീഡിയോ പെട്ടെന്നൊന്ന് സ്കിപ്പായിപ്പോയി. ഇനി മുളക് പൊടി 1.5 to 2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ചേർക്കാനുള്ളതാണ് ഈ പുളിവെള്ളം. വാളംപുളി ഒരു മീഡിയം അയവിൽ നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് 1.5 ടീസ്പൂൺ, അത്രയും മതി കേട്ടോ. 1.5 ടീസ്പൂൺ വാളംപുളിയുടെ വെള്ളം. അപ്പം നല്ല കട്ടിയുള്ളതാണെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കണം കേട്ടോ. ഇനി മട്ടൻ ഒരു 3/4 കിലോ മട്ടനാണ്. കഴുകി വൃത്തിയാക്കി വാർത്ത് വെച്ചതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച മസാല. അപ്പോൾ മസാല അരയ്ക്കുമ്പോൾ നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി. പിന്നെ ഈ മസാല അരച്ചത് ചേർക്കാം. അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിലൊന്ന് ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ മസാലയൊക്കെ കഷ്ണങ്ങൾ നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ആ മീറ്റ് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇടാം. ഇനി ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. അതിനുശേഷം 10 to 12 മിനിറ്റ് വരെ ആ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ഈ സ്റ്റീമൊക്കെ പോയി തുറന്ന് നോക്കാം. ഇപ്പോൾ മട്ടനൊക്കെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളമുണ്ട്. ഇത് വെന്തോന്ന് നോക്കാം. ഞാനൊരു 12 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്കൊരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് വേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനിടയിൽ നമുക്ക് ആ മട്ടൺ പീസസ് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് മട്ടൺ പീസസ് മാത്രം മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഗ്രേവി അവിടെയുണ്ട്, പീസസ് മാത്രം മാറ്റി വയ്ക്കാം. സവാള കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം വറ്റി ഒരു കുഴഞ്ഞ പരുവാകുമ്പോൾ നമുക്ക് ഈ മട്ടൺ പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതിന് മുമ്പ് ഗ്രേവിയിൽ ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കണം കേട്ടോ. എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ മസാലയൊക്കെ നല്ല കഷ്ണങ്ങളിലൊക്കെ പൊതിഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. പിന്നെ മട്ടൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. മട്ടൻ പിന്നെ പറയണ്ടല്ലോ, ടേസ്റ്റ് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വരട്ടിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ നെയ്ച്ചോറാണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ പറ്റിയൊരു മട്ടൻ റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.